എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയവീഡിയോയിലേക്ക് സ്വാഗതം. കണ്ണൂർ യൂണിവേഴ്സിറ്റി സെക്കൻഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. ഡിഗ്രി അഡ്മിഷൻ്റെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തു. അഡ്മിഷൻ ഇന്നു മുതൽ. അഡ്മിഷന് പോകുമ്പോൾ വിദ്യാർത്ഥികൾ ഇക്കാര്യങ്ങൾ നിർബന്ധമായും ശ്രദ്ധിക്കാം. വിശദമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം. ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബെല്ലിലുള്ള ഓപ്ഷൻ യൂസ് ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിനെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് വിവരങ്ങൾ ഇന്നലെ പ്രസിദ്ധീകരിച്ചു. അപ്പോൾ ഇന്നു മുതൽ അഡ്മിഷനായിട്ട് വിദ്യാർത്ഥികൾക്ക് അതാത് കോളേജുകളിൽ ഹാജരാക്കാം. അഡ്മിഷന് പോകുമ്പോൾ വിദ്യാർത്ഥികൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അഡ്മിഷന് പോകുമ്പോൾ വിദ്യാർത്ഥികൾക്ക് ജൂൺ മാസം 24 മുതൽ ജൂൺ മാസം 30 വരെയാണ് അഡ്മിഷനായി നിശ്ചയിച്ചിരിക്കുന്നത്. എന്ന് വെച്ച് എല്ലാ ദിവസവും വിദ്യാർത്ഥികൾക്ക് അഡ്മിഷനായി പോകാൻ സാധിക്കില്ല. ഏതൊരു ദിവസവും അത് വിദ്യാർത്ഥികളുടെ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ ജോയിനിങ് ഡേറ്റ് എന്ന് പറഞ്ഞൊരു ഡേറ്റ് ഉണ്ട്. ആ ജോയിനിങ് ഡേറ്റിൽ മാത്രമാണ് നിങ്ങൾക്ക് പ്രവേശനത്തിനായിട്ട് കോളേജുകളിൽ ഹാജരാകാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ ജോയിനിങ് ഡേറ്റ് എന്ന് പറഞ്ഞൊരു ഡേറ്റ് ഉണ്ട്. ആ ജോയിനിങ് ഡേറ്റിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഡേറ്റിൽ മാത്രമാണ് നിങ്ങൾക്ക് പ്രവേശനത്തിനായിട്ട് ഹാജരാകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ 24 മുതൽ 30 വരെയുള്ളൊരു ആണ് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോയിലുള്ളത്. ആ ഡേറ്റിൽ വേണം പോകാൻ. ഇനി എന്തെങ്കിലും കാരണം വെച്ചാൽ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റ് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഡേറ്റിൽ നിങ്ങൾക്ക് കോളേജിൽ പ്രവേശനത്തിനായിട്ട് ഹാജരാകുന്നതിന് ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് ഡേറ്റ് മാറ്റി തരണം, അങ്ങനെയുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കോളേജിൽ പ്രവേശനം ലഭിച്ച കോളേജിലെ പ്രിൻസിപ്പളുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടേണ്ടതാണ് ഉടൻ തന്നെ. അങ്ങനെയാണ് യൂണിവേഴ്സിറ്റി ഇപ്പോൾ നിലവിൽ അറിയിച്ചിരിക്കുന്നത്. ഇനി ഒന്നാം അലോട്ട്മെൻറ്റിൽ സീറ്റ് ലഭിക്കുകയും രണ്ടാം അലോട്ട്മെൻറ്റിൽ അതേ ഓപ്ഷനോ ഹയർ ഓപ്ഷനോ ലഭിക്കുകയോ ചെയ്ത വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റി ഫീ വീണ്ടും അടയ്ക്കേണ്ടതില്ല. അതായത് ഒന്നാം അലോട്ട്മെൻറ്റിൽ പ്രവേശനം ലഭിക്കുകയും രണ്ടാം അലോട്ട്മെൻറ്റിൽ അതേ ഓപ്ഷനോ അല്ലെങ്കിൽ ഹയർ ഓപ്ഷനോ ലഭിച്ച വിദ്യാർത്ഥികൾ എന്ത് ചെയ്യേണ്ടതില്ല, യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കേണ്ടതില്ല എന്നുള്ളത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഇനി അതുപോലെ തന്നെ പ്രധാനമായും വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം തന്നെയാണ്. എന്നാൽ ഒന്നാം അലോട്ട്മെൻറ്റിൽ സീറ്റ് ലഭിച്ചില്ല, ഒന്നാം അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് പ്രവേശനം ലഭിച്ചിട്ടില്ല, രണ്ടാം അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് ഫീസ് ലഭിക്കുന്നതെങ്കിൽ യൂണിവേഴ്സിറ്റി ഫീ നിങ്ങൾ നിർബന്ധമായിട്ടും അടയ്ക്കണം. മാൻഡറ്ററി ഫീ നിങ്ങൾ നിർബന്ധമായിട്ട് അടയ്ക്കണം. ജനറൽ കാറ്റഗറിയിൽ പെടുന്ന വിദ്യാർത്ഥികൾ 990 രൂപയും SC/ST കാറ്റഗറിയിൽ പെടുന്ന വിദ്യാർത്ഥികൾ 925 രൂപയുമാണ് യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കേണ്ടതായിട്ടുള്ളത്. ജനറൽ കാറ്റഗറിയിൽ പെടുന്ന വിദ്യാർത്ഥികൾ 990 രൂപയും SC/ST കാറ്റഗറിയിൽ പെടുന്ന വിദ്യാർത്ഥികൾ 925 രൂപയുമാണ് അടയ്ക്കേണ്ടത്. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ ഇത്രയും ഡീറ്റെയിൽസ്. അഡ്മിഷന് ആവശ്യമായ രേഖകൾ എന്തൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. എന്നാലും ഞാൻ ഒരു കാര്യം, അത് അഡ്മിഷന് ആവശ്യമായ രേഖകളെ സംബന്ധിച്ചൊരു കാര്യം പറയുകയാണെങ്കിൽ, നിങ്ങൾ അഡ്മിഷൻ ടൈമിൽ എന്തൊക്കെ കാര്യങ്ങളാണോ ടിക്ക് ചെയ്ത് കൊടുത്തത്, നിങ്ങൾ അഡ്മിഷൻ ടൈമിൽ, അത് നിങ്ങൾ അലോട്ട്മെൻറ്റ് നൽകിയ ടൈമിൽ എന്തൊക്കെ കാര്യങ്ങളാണോ നിങ്ങൾ ടിക്ക് ചെയ്ത് നൽകിയിട്ടുള്ളത്, ആ ടിക്ക് ചെയ്ത മുഴുവൻ സംഗതികളും, അതായത് നിങ്ങൾ EWS ഉണ്ടോ, യെസ് ഓർ നോ, എസ് എന്ന് ടിക്ക് ചെയ്ത് കൊടുത്തവർ അത് കൊണ്ടുപോകണം. അതുപോലെ തന്നെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് എസ് എന്ന് കൊടുത്തവർ അത് കൊണ്ടുപോകണം. അതുപോലെ തന്നെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് എസ് എന്ന് കൊടുത്തവർ അത് കൊണ്ടുപോകണം. അത് SC/ST കാറ്റഗറിയിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഉള്ളൂ. അതിങ്ങനെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് SC/BC വിദ്യാർത്ഥികൾക്ക് അത് കൊണ്ടുപോകണം. നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ NCC ടിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ അത് കൊണ്ടുപോകണം. നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണോ ടിക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അത് മൊത്തം നിങ്ങൾ വേണം. കലാ കായിക മേഖലയിലൊക്കെ അങ്ങനെ ടിക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളവർ ആ സർട്ടിഫിക്കറ്റ് നിർബന്ധമായും കോളേജിൽ കൊണ്ടുപോകണം എന്നുള്ളത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഡീറ്റെയിൽഡ് വീഡിയോ, പ്രവേശനവുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുതിയ കാണുന്നതിന് മൈ നെയിം ഈസ് കൃത്. സബ്സ്ക്രൈബ് ഫോർ ദ കരിയർ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.